കാലം തെറ്റി വന്ന കാലൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ കാലം തെറ്റി വന്ന കോലമാണ് എന്ന് പറയാം. എല്ലാവർക്കും നല്ല നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിൽ ഇന്ന് ഇറങ്ങിയ ഒരുപാട് ചർച്ചകൾക്ക് വഴിവെക്കുന്ന പ്ലൂട്ടോ. ആവറേജ്, അമ്പിളി, എങ്കിലും ചന്ദ്രിക എന്ന പ്രോജക്റ്റുകൾക്ക് ശേഷം ആദിത്യ ചന്ദ്രശേഖരൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. മലയാളത്തിൽ വളരെ അപൂർവമായി മാത്രം പരീക്ഷിക്കപ്പെട്ടുള്ള ഒരു എക്സ്ട്രാ എന്താ പറയുക, സൈഫൈ കോമഡി എന്ന രീതിയിൽ ഈ സിനിമ നമുക്ക് കാണാം. നീരജ് മാധവനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം സിനിമയിൽ കാണുന്നു. അൽതാഫ് സലീമും അതോടൊപ്പം തന്നെ അജു വർഗീസും ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു സിനിമ എന്നുള്ള നിലയിൽ നമുക്ക് ഇത് കാണാം എന്നത്. അതിനപ്പുറം ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, കഥാപശ്ചാത്തലം നോക്കിയാൽ കേൾക്കുമ്പോൾ വളരെ രസമുള്ള ഒരു വലിയ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റാണിത്. പക്ഷേ നമ്മുടെ നായകൻ വിക്കി എഞ്ചിനീയറിംഗ് പഠിച്ച് തോറ്റ് തുന്നമ്പാടി എണ്ണമറ്റ സപ്ലികളുമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി തുടങ്ങിയ ഒരു ബിസിനസ്സുകളൊക്കെ ഒന്നിന് പുറകെ ഒന്നായിട്ട് പൊട്ടി നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ ഒരു തോൽവിയായിട്ട് മുദ്ര കുത്തപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. അവന് കൂട്ടിന് കുറച്ച് ലൂസേഴ്സ് സുഹൃത്തുക്കളും. എന്നാൽ കഥ മുന്നോട്ട് വയ്ക്കുന്നത് ഇതാണ്: ഭൂമിയിൽ മാത്രമല്ല, പ്ലൂട്ടോ എന്ന് പറയുന്ന യൂണിവേഴ്സിലും നമ്മളെപ്പോലുള്ള തോൽവികൾ അവിടെയും ഉണ്ട്. അവിടെയും പരീക്ഷകൾ തോറ്റ നാണം കെട്ട് ഭൂമിയിലേക്ക് വരുന്ന, അല്ലെങ്കിൽ